പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഏത് പക്ഷത്ത് നിൽക്കും? LDF-നോടൊപ്പം നിൽക്കുമോ, UDF-നോടൊപ്പം നിൽക്കുമോ? പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ അതിനിർണായകമാണ്. മണ്ഡലത്തിൽ 2011 സെൻസസിൽ 39,711 മണ്ഡലത്തിലെ മുസ്ലിം ജനസംഖ്യ. അത്രയും വോട്ടർമാരുണ്ടാകും എന്ന് കരുതേണ്ട. മുസ്ലിം ജനസംഖ്യ 39,711 2011 സെൻസസ് പ്രകാരം. ഇതിപ്പോൾ 2024 13 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 50,000 വോട്ട് ഇപ്പോൾ ഉറപ്പായും പറയാൻ കഴിയും. ഏകദേശം ഒരു 50,000-ഓളം വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെതായി മണ്ഡലത്തിൽ ഉണ്ട്. അത് അതിനിർണായകമാണ്. ഈ മുസ്ലിം വോട്ടുകൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നത് വിജയത്തെ നിർണയിക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം BJP ഭയമാണ്. BJP ജയിച്ചു വരുമോ എന്ന ഭയം. മുസ്ലിം ന്യൂനപക്ഷം വോട്ടുകൾ മുഴുവൻ UDF സ്ഥാനാർത്ഥിക്ക് നൽകാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുതന്നെയായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ വിജയരഹസ്യവും. ഇത്തവണ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഷാഫി പറമ്പിലിന് കിട്ടിയതുപോലെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം ലഭിക്കാൻ സാധ്യതയുണ്ടോ? BJP ഭയം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് PD സതീശനും ഷാഫി പറമ്പിലുമൊക്കെ. പക്ഷേ അത് ഇത്തവണ അത്ര യേശുന്നില്ല എന്നത് ഒരു സത്യമാണ്. BJP മത്സരരംഗത്ത് സജീവമായിട്ടില്ല. അത് BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. വലിയ ഓളമുണ്ടാക്കാതെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അടിത്തട്ടിൽ BJP എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. വീടാന്തരം കയറിയിറങ്ങി അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെയാണ് BJP പ്രവർത്തിക്കുന്നത്. ബഹളമുണ്ടാക്കിയാൽ ജയിക്കുമെന്ന ഒരു ട്രെൻഡ് പൊതുവെ ഉണ്ടായാൽ അത് BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ ഇടയാക്കുമെന്ന് BJP നേതൃത്വം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഓളങ്ങൾ ഉണ്ടാക്കാതെ ഉപരിതലത്തിലേക്ക് വരാതെ അടിത്തട്ടിലാണ് BJPയുടെ പ്രവർത്തനം എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. എന്നിരുന്നാലും ഇത്തവണ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന് ആ മണ്ഡലം സന്ദർശിച്ച ആർക്കും മനസ്സിലാകും. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ മുസ്ലിം വോട്ടുകൾ ഏത് പക്ഷത്ത് നിൽക്കും? നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി വന്ന ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ, മുസ്ലിം ന്യൂനപക്ഷത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്നത് എന്ന് ആലോചിക്കണം. AK ഷാനിബ്, ഹക്കിം, അതോടൊപ്പം തന്നെ ബഹാവുദ്ദീൻ തുടങ്ങിയവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു വരുന്ന അവസ്ഥയുണ്ടായി. ചിലർ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇവരെല്ലാം മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ യുവജന നേതാക്കളായിരുന്നു എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ഇത്തവണ മുസ്ലിം വോട്ട് ഒന്നടങ്കം UDF സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല എന്നർത്ഥം. അപ്പോഴാണ് സന്ദീപ് വാര്യർ വരുന്നത് കോൺഗ്രസിലേക്ക്. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? സന്ദീപ് വാര്യരോടൊപ്പം ഏതാനും BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമോ? ഒരു സംശയവും വേണ്ട, ഒരു വോട്ട് പോലും ലഭിക്കില്ല. സന്ദീപ് വാര്യരോടൊപ്പം ഒരാൾ പോലും കോൺഗ്രസിലേക്ക് BJP-യിൽ നിന്ന് വന്നിട്ടില്ല. അതുമാത്രമല്ല, BJP വോട്ടുകൾ ഉറച്ചു നിൽക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുന്ന രൂപത്തിൽ BJP-യിൽ ഉറച്ചു നിൽക്കാൻ സന്ദീപ് വാര്യരുടെ വരവ് കാരണമാവുകയും ചെയ്തു. അത് വലിയ ചർച്ചയായി മാറി BJP-ക്കകത്ത്. അതുകൊണ്ട് ഇത്തവണ BJPയുടെ ശക്തി തെളിയിക്കണം എന്ന വാശിയിൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ ഇടയാക്കുകയും ചെയ്തു. വോട്ട് ചെയ്യാതെ മാറി നിൽക്കാൻ ആഗ്രഹിച്ചവർ പോലും വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. BJPക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർ ഒന്ന് ഇത്തവണ മാറ്റി വോട്ട് ചെയ്യുക, സരീനോടൊപ്പം നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചവർ, കാരണം കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ വലിയ പ്രതിഷേധം BJPക്ക് അകത്തുണ്ട്. ആ വോട്ടുകൾ BJPയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സന്ദീപ് വാര്യരുടെ വരവ് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചത്, സന്ദീപ് വാര്യർ BJPയിലെ തീവ്ര ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ തൻ്റെ പൂർവ്വ നിലപാടുകൾ തള്ളിപ്പറയാതെ രാത്രിക്ക് രാത്രി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിനോട് മുസ്ലിം ന്യൂനപക്ഷത്തിൽ തന്നെ വലിയ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൽ അത് എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ എതിർപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സന്ദീപ് വാര്യരെ പാണക്കാട് എത്തിച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മുന്നിലെത്തിച്ചത്. അവിടെ നിന്ന് ആശീർവാദം വാങ്ങിക്കേണ്ടി വന്നത്. ഒരു ആളും ഒരു നേതാവും കോൺഗ്രസിൽ ചേർന്നപ്പോൾ കേരളത്തിൽ പാണക്കാട് തങ്ങളെ കാണാൻ പോകാറില്ല.
ഏതെങ്കിലും ഒരു നേതാവ് എപ്പോഴെങ്കിലും കോൺഗ്രസ് ചേർന്ന ഒരു ഘട്ടത്തിൽ പാണക്കാട് തങ്ങളെ പോയി കണ്ട് ആശീർവാദം വാങ്ങിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പാണക്കാടേക്ക് ചെല്ലേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ പാണക്കാടേക്ക് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അയക്കേണ്ടി വന്നത്? മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇടയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരായ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്ദീപ് വാര്യരെ പാണക്കാടേക്ക് അയച്ചത്. അങ്ങനെ പാണക്കാടേക്ക് ഒരു ദിവസം പോയി കാൽ തൊട്ട് വന്നിച്ചാൽ മാറുന്നതാണോ പാലക്കാട്ടെ മുസ്ലിം മനസ്സുകളിൽ ഇതുവരെ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ മുറിവുകൾ? ആ ഒരൊറ്റ സന്ദർശനം കൊണ്ട് ആ മുറിവുകൾ ഉണക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്? കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. മുസ്ലിം ലീഗിൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് പോലും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് UDFന് തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താൻ കാരണം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സന്ദീപ് വാര്യരുടെ വരവ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ വരവ് ആശങ്കയാണ് ഉണ്ടാക്കിയത് എങ്കിൽ ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്, ആ മണ്ഡലത്തിൽ ഇല്ലാത്ത ആൾ വന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ അതൃപ്തി നേരത്തെ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് പുറത്തു പോകാൻ കാരണമായി മാറിയതും. ഇതെല്ലാം നമുക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. അത് മറ്റൊന്നുമല്ല, മുസ്ലിം വോട്ടർമാർ ഇത്തവണ അങ്ങനെ തന്നെ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. BJP പേടി മുന്നിൽ വെച്ചുകൊണ്ടാണ്, അത് വെച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തിയാണ് വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അവസാന നിമിഷം പുറത്തെടുക്കുന്ന ആയുധമുണ്ട് കോൺഗ്രസ് മണ്ഡലത്തിൽ. അതെന്താണ്? മത്സരം BJPയും UDFും തമ്മിലാണ്, BJPയും കോൺഗ്രസും തമ്മിലാണ് എന്ന്. അത് പ്രചരിപ്പിച്ച് മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കുക UDFിലേക്ക്, അതായിരുന്നു തന്ത്രം. പക്ഷേ ആ തന്ത്രം നേരത്തെ തന്നെ പൊളിച്ചു കൊടുത്തു മണ്ഡലത്തിൽ എത്തിയ കെ മുരളീധരൻ. അവസാനമായി UDF കോൺഗ്രസ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ച ആയുധമാണ് ആദ്യം തന്നെ കെ മുരളീധരൻ പൊളിച്ചു കൊടുക്കുകയും ചെയ്തത്. അതൊരു യാഥാർത്ഥ്യവും കൂടിയാണ്. കെ മുരളീധരൻ പറഞ്ഞത് മത്സരം LDFും UDFും തമ്മിലാണ്. ആദ്യ ലാപ്പിൽ തന്നെ മുന്നോട്ട് കുതിച്ച LDFന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അതേപോലെ തുടരുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും UDFനോടൊപ്പം നിൽക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം ത്രികോണ മത്സരം എന്ന് ആവർത്തിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. മത്സരം BJPയും UDFും തമ്മിലായിരുന്നു. LDF ഒരു കാഴ്ചക്കാരായി മാറി നിൽക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരുടെ പോക്കറ്റിൽ അവരുടേതായ വോട്ടുകളുണ്ട്, അത് സമാഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ ജോലിയൊന്നും LDFന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറുകയും ആദ്യഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ LDF അത് തന്നെ തുടരുകയും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം എത്തിക്കുകയും ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ വരുന്നത്. അതോടുകൂടി ന്യൂനപക്ഷങ്ങളിൽ ഒരാശങ്ക ഇപ്പോൾ പടർന്നിട്ടുണ്ട്, എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിന് UDFന് ഒരു വമ്പൻ തിരിച്ചടിയാണ്. BJP വോട്ടുകൾ ലഭിക്കുന്നില്ല. സന്ദീപ് വാര്യരോടൊപ്പം ഒരു BJP വോട്ട് പോലും കോൺഗ്രസിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസിന് ചെയ്യാം അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കാം എന്ന് ആഗ്രഹിച്ച BJP പ്രവർത്തകർ എല്ലാവരും തീർച്ചയായും ബൂത്തിലെത്തി BJPക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി. രണ്ടാമത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ വലിയ ആശങ്കയുണ്ടാക്കി. അത് പരിഹരിക്കാൻ പാണക്കാടേക്ക് പോയിരുന്നു. ആ മുറിവ് മുസ്ലിം മനസ്സുകളിൽ, മണ്ഡലത്തിലെ മുസ്ലിം മനസ്സുകളിൽ ഉണ്ടാക്കിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതല്ല, അത് ഉണക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതും ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്. അതുകൊണ്ട് അതിനിർണായകമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്. ആര് ജയിക്കും എന്നത് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ LDFന് കഴിഞ്ഞു എന്നതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം നേരത്തെ ഞങ്ങൾ ജയിച്ച മണ്ഡലമാണ്, അത് നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. BJP ഒരു കൈ നോക്കും എന്ന് തന്നെയാണ് BJPയും പറയുന്നത്. BJPക്ക് ഏറെ വിജയ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം പിടിക്കും എന്നാണ്
BJP പറയുന്നത്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ അത് തന്നെ. എന്ന് വെച്ചാൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് മത്സരം എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ LDFന്റെ വലിയ വിജയങ്ങളിൽ ഒന്നാണ്.